ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമായി. മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചു. പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഏറെ സന്തോഷമുള്ള ഒരാളാണ്. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ ഈ മണ്ണിലേക്ക് കാലുകുത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരുടെ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണമായ സഹായത്തോടുകൂടി ഒരു വലിയ വിജയം കൈവരിക്കുവാൻ വേണ്ടി കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി അനന്തു രാമചന്ദ്രൻ നടത്തിയ അഭിമുഖത്തിലേക്ക്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലെ ഇല്ലായ്മകൾ നേരിട്ട് ബോധ്യപ്പെടാനുള്ള അവസരം പല ഘട്ടങ്ങളിലായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ചില സഹായങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി എൻ്റെ മനസ്സിൽ തോന്നിയത് ഗതാഗതക്കുരുക്കാണ്. ആ ഗതാഗതക്കുരുക്ക് ഒരുപക്ഷെ പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതുവഴി യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ മണിക്കൂറുകളോളം ആ ഗതാഗതക്കുരുക്കിൽ കിടക്കേണ്ട അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ ആ പ്രദേശത്തെ ജനങ്ങളും അതുവഴി കടന്നു പോകുന്ന ആളുകളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതിൽ ഒരു പരിഹാര മാർഗം കണ്ടെത്തണം എങ്കിൽ ഇപ്പോൾ കൊല്ലത്ത് ബൈപ്പാസ് വന്നു, ആലപ്പുഴയിൽ ബൈപ്പാസ് വരുന്നതിന് ഉള്ള നടപടികളെടുത്ത് അതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബൈപ്പാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഗതാഗതക്കുരുക്ക് അവിടെ ഒഴിവാക്കാൻ കഴിയും. മാത്രമല്ല, ഇപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഇടങ്ങളിലും ചിറയൻകീഴ് പോലെയുള്ള പ്രദേശങ്ങളിൽ കൂടി കടന്നു പോകുന്ന അവസരത്തിൽ റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അപ്പുറത്ത് വരുന്ന ആളുകളും അല്ലെങ്കിൽ ഇപ്പുറത്തു നിന്ന് അങ്ങോട്ട് പോകുന്ന ആളുകൾക്കും കടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അത് കാരണം ആംബുലൻസിലും മറ്റും കൊണ്ടുവരുന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഏറെ വലുതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഏറെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഉള്ള നടപടികളായിരിക്കും MP എന്നുള്ള നിലയിൽ എനിക്ക് ഒരു അവസരം അവിടെ ലഭിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ടൂറിസം മേഖല ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശിവഗിരി പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പുണ്യസ്ഥലം എന്നുള്ള നിലയിൽ ശിവഗിരിയിൽ പോലെയുള്ള തീർത്ഥാടന സ്ഥലത്ത് എത്തിച്ചേർന്ന ആളുകൾ ആണെങ്കിൽ അത് തദ്ദേശീയർ എന്ന് മാത്രമല്ല വിദേശികളടക്കമുള്ള ഒട്ടനവധി ആളുകളാണ് അവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ശിവഗിരിയിൽ പോകുന്ന എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ